മലയാള സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ ആരാധകരെ ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ സംവിധായകൻ ഫാസിൽ പരീക്ഷിച്ച 2 ക്ലൈമാക്സ് എന്ന വിദ്യ വലിയ നിയമപോരാട്ടങ്ങൾക്കും വിവാദങ്ങളിലേക്ക് നയിച്ച കഥ വീണ്ടും സിനിമാ ലോകത്ത് ചർച്ചയാകുകയാണ്. 1998-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജൂഹി ചൗള അവതരിപ്പിച്ച മീര എന്ന കഥാപാത്രം ആരെ വിവാഹം കഴിക്കും എന്നതായിരുന്നു പ്രധാന സസ്പെൻസ്. സൂപ്പർ താരങ്ങളുടെ ആരാധകർക്കിടയിൽ ചേരിതിരിവ് ഉണ്ടാക്കാതിരിക്കാൻ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഫാസിൽ ഒരു തന്ത്രം ഉപയോഗിച്ചു. 16 പ്രിന്റുകളിൽ മോഹൻലാൽ മീരയെ സ്വന്തമാക്കുന്നതായും ബാക്കി 16 പ്രിന്റുകളിൽ മമ്മൂട്ടി മീരയെ വിവാഹം കഴിക്കുന്നതായും ചിത്രീകരിച്ചു. എന്നാൽ ഈ നീക്കം അപ്രതീക്ഷിതമായി വർഗീയ ആരോപണങ്ങൾക്ക് വഴിമാറുകയായിരുന്നു. സിനിമയുടെ പ്രദർശനം ആരംഭിച്ച ആഴ്ചകൾക്കകം നിർമ്മാതാക്കൾക്കെതിരെ 2 പ്രധാന കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മമ്മൂട്ടി വിജയിക്കുന്ന പതിപ്പും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മോഹൻലാൽ വിജയിക്കുന്ന പതിപ്പും വിതരണം ചെയ്തു എന്നാരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടു. സെൻസർ ബോർഡിന്റെ അനുമതിയില്ലാതെ ക്ലൈമാക്സ് പ്രദർശിപ്പിച്ചു എന്നാരോപിച്ച് തൃശൂർ സ്വദേശിയായ ഒരു പ്രേക്ഷകൻ 1,00,000 രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. പരസ്യങ്ങളിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നായിരുന്നു പ്രധാന പരാതി. താരങ്ങളെക്കാൾ ഉപരി കഥാപാത്രങ്ങൾക്കാണ് സിനിമയിൽ പ്രാധാന്യമെന്ന് തെളിയിക്കാനായിരുന്നു തന്റെ ശ്രമമെന്ന് ഫാസിൽ പിന്നീട് വ്യക്തമാക്കി. 2 ക്ലൈമാക്സുകളും പ്രദർശിപ്പിക്കാൻ അനുവദിച്ചിരുന്നില്ലെങ്കിൽ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ മിത്തുകളെ പൊടിച്ചെഴുതാമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവാദങ്ങൾക്കിടയിൽ 2.5 കോടി രൂപ നിർമ്മാണ ചിത്രം രണ്ടാഴ്ചക്കിനുള്ളിൽ മുടക്കുമുതൽ പിടിച്ചുവാങ്ങുകയും ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറുകയും ചെയ്തു.